ബിഗ് ബോസ് സീസൺ 7 വിന്നറായ നൂറയാണ് ഇന്ന് എല്ലാവരോടും സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നൂറയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അനിമോളാണ്. അപ്പോൾ നൂറ വന്ന ഉടനെ തന്നെ ഹായ് എല്ലാവർക്കും, എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഷോയുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നറായതിൽ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. മൂവി ആവട്ടെ, മോഡലിംഗ് ആവട്ടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മേഖലയിലോട്ടൊന്നും ഞാൻ ഇതുവരെ കൈവച്ചിട്ടില്ല. എനിക്ക് ആ മേഖലയിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസും എനിക്കില്ല. എനിക്ക് പക്ഷെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്കൊരു ഗിഫ്റ്റ് പോലെയാണ്. ഇതിൽ ടൈറ്റിൽ വിന്നർ ആയതോടുകൂടി എനിക്ക് ഒന്ന് മനസ്സിലായിട്ടുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ ഉണ്ടെന്നുള്ളത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നൂറയോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റത് അനിമോളാണ്. നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, അനിമോള്, ആദില, നൂറ, അങ്ങനെ നിങ്ങൾ കുറേ പേരോട് ചേർന്നൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ ശരിക്കും ഈ പട്ട അതാണോ? പട്ട ഗേൾസാണോ പട്ടായ ഗേൾസാണോ, ഏതാണ് ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നൂറ പറയുന്നത് അതായത് ഞങ്ങൾ ശൈത്യ, അനിമോള്, ആദില, ഞാനും ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പട്ടായയിൽ പോകാൻ, ചുറ്റി നടക്കാം, എൻജോയ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ആ പേര് പട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് വന്നേന്ന് നൂറ. എന്നിട്ട് നിങ്ങൾ പോയോ മാം എന്നാണ് അനിമോൾ ചോദിക്കുന്നത്. ഇല്ല, ഞങ്ങൾ പോയില്ല, എല്ലാവരും ബിസിയായിട്ട് നിൽക്കുകയാണ്, പോകണം. ഓക്കെ മാം, താങ്ക്സ് എന്ന് അനിമോൾ പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.